ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലക്ഷദ്വീപ് നിവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമേകാൻ ലക്ഷദ്വീപ് എംപിയുടെ കപ്പൽ യാത്ര. ഇതുവരെ ദ്വീപുമായി അടുത്ത് ഇടപെടുന്നവർ ബേപ്പൂർ തുറമുഖം വഴി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഈ യാത്ര ഇത്ര വലിയ വാർത്തയാകുവാൻ കാരണം. വാർത്ത കൊണ്ടെങ്കിലും ദ്വീപ് സമൂഹത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. നാദാപുരത്തെ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രി ഇതിന് നേതൃത്വം നൽകുന്നുവെന്നും സുരേന്ദ്രൻ. നവോത്ഥാന നായകരെ മറക്കുന്ന ശീലം കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണെന്ന് ET മുഹമ്മദ് ബഷീർ MP. MA സുവർണ ജൂബിലി സെമിനാർ കോഴിക്കോട്ട്. ജനസേവനത്തിന് ശേഷം ജനപ്രതിനിധികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് ഖേദകരമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. വിശദമായ വാർത്തകളിലേക്ക്. നാദാപുരത്തെ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രി ഇതിന് നേതൃത്വം നൽകുന്നുണ്ടെന്നും സുരേന്ദ്രൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാനൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള വൻ തോക്കുകളുടെ മക്കളാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തിയത്. മന്ത്രിതലത്തിലുള്ള ഇടപെടലിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി, ഒരു കോൺഗ്രസ് മന്ത്രി നിരന്തരമായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആ പേര് പറയുന്നില്ല, പേര് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. വളരെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മന്ത്രിയാണ്. എല്ലായ്പ്പോഴും സമുദായ രാഷ്ട്രീയത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരു മന്ത്രിയാണ്. തുടർച്ചയായിട്ട് ആ മന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നാദാപുരം പാറക്കടവ് ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പള്ളി ദർസിലെ വിദ്യാർത്ഥികളെയാണ് ശനിയാഴ്ച രാവിലെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 30-നായിരുന്നു നാദാപുരം പാറക്കടവിലെ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ LKG വിദ്യാർത്ഥിനിയായ 4.5 വയസ്സുകാരി പീഡനത്തിനിരയായത്. സ്ഥാപനത്തോട് ചേർന്ന ഹോസ്റ്റലിന്റെ ബാത്റൂമിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പനിക്ക് ചികിത്സ നൽകി. എന്നാൽ അസുഖം ഭേദമാകാത്തതിനെ തുടർന്ന് നടത്തിയ മൂത്രപരിശോധനയിലാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം പുറത്തറിഞ്ഞത്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത പള്ളി ദർസിലെ വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കിയിരുന്നു. ഇതിനിടെ സ്കൂളിലെ ബസ് ക്ലീനറെ വെള്ളിയാഴ്ച പോലീസ് വിളിപ്പിച്ചത് പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തിനൊടുവിൽ ക്ലീനറെ വിട്ടയക്കുകയായിരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് പള്ളി ദർസിലെ വിദ്യാർത്ഥികളായ മുബഷിർ, ഷറഫുദ്ദീൻ എന്നിവരെ ശനിയാഴ്ച രാവിലെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മുബഷിർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ പ്രമുഖനും പ്രഭാഷകനുമായ വ്യക്തിയുടെ മകനാണ്. അതേസമയം പീഡനക്കേസിൽ നിരപരാധികളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ദാറുൽ ഹുദ മാനേജ്മെന്റ് ആരോപിച്ചു. നേരത്തെ ബസ് ക്ലീനർ കുറ്റം സമ്മതിച്ചതാണ്. എന്നാൽ സമ്മർദ്ദത്തിനു വഴങ്ങി പോലീസ് അയാളെ വിട്ടയച്ചു. ശേഷം സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്ക് പോലീസ് വഴങ്ങുകയായിരുന്നെന്നും ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, അക്കാദമിക് കൌൺസിൽ ചെയർമാൻ മാക്കുൽ മുഹമ്മദ് ഹാജി എന്നിവർ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നവോത്ഥാന നായകരെ മറക്കുന്ന ശീലം കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണെന്ന് ET മുഹമ്മദ് ബഷീർ MP. ഇനി അഥവാ ഓർത്താൽ തന്നെ ഭാഗികമായാണ് ഓർക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MA സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കോഴിക്കോട് കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ET മുഹമ്മദ് ബഷീർ. കേരളത്തിന്റെ നവോത്ഥാന ചലനങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ച പല മഹാരഥരെയും നാം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. നവോത്ഥാന നായകരെ മറക്കുന്ന ശീലം കേരളത്തിലുള്ളതുപോലെ മറ്റെവിടെയും കാണില്ല. ഇനി ഓർത്താൽ തന്നെയും സൗകര്യമുള്ളവരെ മാത്രമാണ് നാം ഓർത്തെടുക്കുക. നവോത്ഥാനം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുമുള്ള ധാരാളം പേരുടെ പരസ്പര സഹകരണത്തോടെയുള്ള പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നതാണ്.
അത്തരക്കാരെ നാം വിസ്മരിക്കുന്നത് സംസ്കാരത്തെ മറക്കുന്നതിന് തുല്യമാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. MES സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MES സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ E.P. മോയിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചരിത്രകാരൻ ഡോക്ടർ K.K.N. കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ P.O.J. ലബ്ബ, ഡോക്ടർ മുസ്തഫ കമാൽ പാഷ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, C.P. കുഞ്ഞി മുഹമ്മദ്, K.V. കുഞ്ഞഹമ്മദ് കോയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജനസേവനത്തിന് ശേഷം ജനപ്രതിനിധികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് വളരെ ഖേദകരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പറഞ്ഞു. മുൻ ജനപ്രതിനിധികളുടെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ജനസേവനത്തിന് ശേഷം ജനപ്രതിനിധികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് വളരെ ഖേദകരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുൻ ജനപ്രതിനിധികളുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ഗവൺമെന്റിനും ജനങ്ങൾക്കുമെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വാങ്ങിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയണം. ഇന്ന് മെമ്പർമാരായിട്ടുള്ളവർക്ക് ആ പ്രശ്നം അറിയില്ലെങ്കിലും നാളെ അത് മെമ്പർമാരല്ലാതെയാകുമ്പോൾ മുൻ ജനസേവകർക്കുള്ള തിരിച്ചറിയൽ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ എന്നീ പദ്ധതികൾ സർക്കാർ പരിഗണനയിൽ ഉള്ളതാണെങ്കിലും അത് ഉടൻ നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M.K. ഭാസ്കരൻ, സംസ്ഥാന പ്രസിഡന്റ് K.V. അബ്ദുറഹിമാൻ, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ, P. മോഹനൻ മാസ്റ്റർ, P.K.K. ബാവ, K.C. അബു, സൂപ്പി നരിക്കയറ്റരി, K. ലോഹ്യ, N.V. ബാബുരാജ്, P. അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വിജയം കരസ്ഥമാക്കിയവർ പൊതുജനങ്ങളെയും പാവപ്പെട്ടവരെയും മറന്നുപോകരുതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ S. ലളിതാംബിക. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി EMS സഹകരണ പരിശീലന കോളേജിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഉന്നത വിദ്യാഭ്യാസ വിജയം കരസ്ഥമാക്കിയവർ പൊതുജനങ്ങളെയും പാവപ്പെട്ടവരെയും മറന്നു പോകരുതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ S. ലളിതാംബിക. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കോളേജിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന തലത്തിൽ HDCക്ക് 3ാം റാങ്ക് ലഭിച്ച അഞ്ജനയെ ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. സഹകരണ കലോത്സവത്തിൽ കലാപ്രതിഭയായി തെരഞ്ഞെടുത്ത K.P. രാജേഷിനും തുല്യ പോയിന്റുകൾ ലഭിച്ച കലാപ്രതിഭകളായ P.K. ചിത്രയ്ക്കും K. സ്വാതിക്കും ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. നേരത്തെ അഡ്വക്കേറ്റ് N. ദാമോദരൻ നായർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. TN സുമന, ശ്രീദേവി R, P. ഉഷാദേവി, PM ശശിഭൂഷൺ എന്നിവർ സംസാരിച്ചു. പെൺകുട്ടികളുടെ ക്ഷേമം ഭരണഘടനാ അവകാശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗാന്ധി ദർശൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നളന്ദയിൽ കേരള ബാലാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ ക്ഷേമം ഭരണഘടനാ അവകാശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഗാന്ധി ദർശൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നളന്ദയിൽ ഏകദിന സെമിനാർ നടന്നത്. രാജ്യത്താകമാനം പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ സെമിനാർ സംഘടിപ്പിച്ചത്. കേരള ബാലാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K. നസീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സേവാ സമിതി ചെയർമാൻ റനീഷ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീല മേനോൻ, സാമൂഹ്യക്ഷേമ ഉപദേശക സമിതി അംഗം അന്നമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബാലാവകാശ കമ്മീഷൻ അംഗം N. ബാബു, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അഷ്റഫ് കാവിൽ, ഗവൺമെന്റ് ലോ കോളേജ് പ്രൊഫസർ അഞ്ജലി P. നായർ, അഡ്വക്കേറ്റ് ഷിജോ ജോസഫ്, അഡ്വക്കേറ്റ് സീനത്ത്, K. രാജൻ, നജീബ് കുറ്റിപ്പുറം എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. 4 ദിവസങ്ങളിൽ നടക്കുന്ന കലോത്സവം രചനാ മത്സരങ്ങളോടെയാണ് ആരംഭിച്ചത്. ചിത്രരചന, കവിത, കഥാരചന, ഉപന്യാസം എന്നിവയിൽ LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. സ്റ്റേജിനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന് രചനാ മത്സരങ്ങളോടെയാണ് തുടക്കമായത്. ചിത്രരചനാ മത്സരത്തിൽ പെൻസിൽ, ജലച്ചായം, കൊളാഷ്, എണ്ണച്ചായം, കാർട്ടൂൺ എന്നിവയിൽ LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥാരചന, കവിതാരചന, ഉപന്യാസം എന്നീ മത്സരവും LP വിദ്യാർത്ഥികൾക്കായി കടങ്കഥ, LP, UP വിഭാഗങ്ങളിൽ അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും നടന്നിരുന്നു. പ്രൊവിഡൻസ് ഗേൾസ് HSS, മലബാർ ക്രിസ്ത്യൻ കോളേജ് HSS, സെന്റ് ജോസഫ് LPS കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു മത്സരവേദികൾ. സ്റ്റേജിനങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് തുടക്കമാവുന്നത്. വാർത്തകളിൽ ഇടവേള.
പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. വൺ റാങ്ക് വൺ പെൻഷൻ കേന്ദ്ര സർക്കാർ ഉടൻ നടപ്പിലാക്കണമെന്ന് NCC ഗ്രൂപ്പ് കമാൻഡിംഗ് ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ എസ് നന്ദകുമാർ NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷന്റെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൺ റാങ്ക് വൺ പെൻഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ വിമുക്തഭടന്മാരുടെ ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് NCC ഗ്രൂപ്പ് കമാൻഡർ ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ എസ് നന്ദകുമാർ ആവശ്യപ്പെട്ടു. കേരള NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷന്റെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രൂപ്പ് ചെയർമാൻ മണികണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗ്രൂപ്പ് സെക്രട്ടറി NK അശോകൻ, KT അബ്ദുൾ അസീസ്, മാക്സ്വെൽ ടൈറ്റസ്, NC ഉണ്ണികൃഷ്ണൻ, NK അശോകൻ, രാമരാജൻ, ബാബുരാജ് എന്നിവർ സംസാരിച്ചു. SSLC +2 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. രാധാകൃഷ്ണൻ ഉള്ളൂർ എഴുതിയ ജലം കൊത്തിപ്പറക്കുന്ന ആകാശം, പിന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. എഴുത്തുകാരായ ഖദീജ മുംതാസ്, VR സുധീഷ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി എഴുത്തുമ്പ് ഏകദിന പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. കവിപ്പുര ബുക്സ് പ്രസിദ്ധീകരിച്ച രാധാകൃഷ്ണൻ ഉള്ളൂർ എഴുതിയ ജലം കൊത്തിപ്പറക്കുന്ന ആകാശം, പിന്നോട്ടു പോകുന്ന ദൃശ്യങ്ങൾ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യകാരി ഖദീജ മുംതാസ് ജലം കൊത്തിപ്പറിക്കുന്ന ആകാശങ്ങൾ എന്ന പുസ്തകം മേലൂർ വാസുദേവന് നൽകി പ്രകാശനം ചെയ്തു. പിന്നോട്ടു പോകുന്ന ദൃശ്യങ്ങൾ എന്ന പുസ്തകം VR സുധീഷ്, മൈന ഉമൈബാനുവിന് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന എഴുത്തുമ്പ് ഏകദിന പഠന ക്യാമ്പ് സാഹിത്യകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ K ശ്രീകുമാർ അധ്യക്ഷം വഹിച്ചു. രാധാകൃഷ്ണൻ ഉള്ളൂർ, സുമിത സജീഷ്, ബിജിലാഷ് എന്നിവർ സംസാരിച്ചു. സാഹിത്യകാരന്മാരായ P സുരേന്ദ്രൻ, ഡോക്ടർ സോമൻ കടലൂർ, ഡോക്ടർ K ശ്രീകുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. OK കുമാരൻ, VR സുധീഷ്, ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവ്, സുഭാഷ് ചന്ദ്രൻ തുടങ്ങി നിരവധി എഴുത്തുകാരും ക്യാമ്പിൽ സംബന്ധിച്ചു. ലക്ഷദ്വീപ് യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ ബേപ്പൂരിൽ നിന്നും കപ്പൽ യാത്ര നടത്തി. കഴിഞ്ഞ ദിവസം തുറമുഖം വിട്ട MV മിനിക്കോയ് കപ്പലിലാണ് MP യാത്ര തിരിച്ചത്. ലക്ഷദ്വീപ് യാത്രക്കാർക്കുള്ള പ്രയാസങ്ങൾ നേരിട്ടറിയാൻ ദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ കപ്പൽ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം എത്തി. തുറമുഖം വിട്ട MV മിനിക്കോയ് കപ്പലിലാണ് MP യാത്ര തിരിച്ചത്. ആവശ്യത്തിന് കപ്പലുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ ദ്വീപ് നിവാസികൾക്ക് ബേപ്പൂരിൽ നിന്നുള്ള യാത്ര ദുരിതമാണെന്ന പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യം പരിശോധിക്കാനാണ് നാട്ടുകാർക്കൊപ്പം MP കപ്പലിൽ യാത്ര തിരിച്ചത്. ലക്ഷദ്വീപ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് CH മുഹമ്മദ് ഇക്ബാൽ, മിനിക്കോയ് ക്യാപ്റ്റൻ KK ഹരിദാസ്, മലബാർ ദ്വീപ് വെൽഫെയർ സെന്റർ പ്രസിഡന്റ് PP ഹംസ എന്നിവർ തുറമുഖത്തെത്തിയ MPയെ സ്വീകരിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കടൽ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് ചാലിയം തീരദേശ മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ. നൈറ്റ് പട്രോളിംഗും അശാസ്ത്രീയ മത്സ്യബന്ധനവും മത്സ്യസമ്പത്ത് നശിക്കുന്നതിന് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു.
ചാലിയം തീരദേശ മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ കമ്മിറ്റിയുടെ കൺവെൻഷൻ കരി ഓഫീസിന് സമീപം നടന്നു. ചാലിയം പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന രീതിയിലുള്ള നൈറ്റ് ട്രോളിംഗും അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന തോണികൾ, കുലച്ചിൽ, വേസ്റ്റ് വലകളും മറ്റും കടലിൽ നിക്ഷേപിച്ച് അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് മൂലം നിരവധി പ്രയാസങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. ഹൈസ്പീഡുള്ള ലൈസൻസ് പോലുമില്ലാതെ ചൈന എഞ്ചിൻ ഘടിപ്പിച്ച വലിയ ബോട്ടുകൾ പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ട്രോളിംഗ് നടത്തി മത്സ്യസമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൺവെൻഷൻ പറഞ്ഞു. ഈ പ്രവണത അവസാനിപ്പിക്കാനും ശാശ്വത പരിഹാരം കണ്ടെത്താനും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനും വേണ്ടി ചാലിയം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചാലിയം തീരദേശ മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ പ്രസിഡന്റ് CP ഹംസകോയ, സെക്രട്ടറി KVC സാജു, ട്രഷറർ PT ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. ജലലഭ്യത ഉറപ്പുവരുത്താതെ സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് നോക്കുകുത്തിയാവുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ചെറുവണ്ണൂരിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റാണ് അടഞ്ഞുകിടക്കുന്നത്. ജലലഭ്യത ഉറപ്പാക്കി ഉടൻ ഈ ടോയ്ലറ്റ് തുറന്നു കൊടുക്കുമെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മൊയ്തീൻ കോയ പറഞ്ഞു. ജലലഭ്യത ഉറപ്പാക്കാതെ ചെറുവണ്ണൂരിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ച ഇലക്ട്രോണിക് മൂത്രപ്പുര വെറുമൊരു കാഴ്ച വസ്തുവാകുന്നു. കരുണ ആശുപത്രിക്ക് സമീപമുള്ള ഈ ടോയ്ലറ്റാണ് ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുന്നത്. കോർപ്പറേഷൻ പദ്ധതിയിൽ ലക്ഷങ്ങൾ ചെലവിട്ട് 2 വർഷം മുൻപ് സ്ഥാപിച്ച മൂത്രപ്പുരയിൽ നാളിതുവരെ വെള്ളം എത്തിച്ചിട്ടില്ല. എന്നാൽ ശൌചാലയത്തിന് ചുറ്റും പരസ്യം സ്ഥാപിച്ച് പണമുണ്ടാക്കുവാൻ സ്വകാര്യ കമ്പനിക്ക് കോർപ്പറേഷൻ അനുമതി നൽകിയിട്ടുണ്ട്. യാത്രക്കാരായ സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ കോർപ്പറേഷൻ വാഹനത്തിൽ വെള്ളം എത്തിച്ചായിരുന്നു പ്രവർത്തനം. പിന്നീട് ഇത് നിർത്തിയതോടെ മൂത്രപ്പുര നോക്കുകുത്തിയായി. കരുണ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള ശൌചാലയം പ്രദേശത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്നു. വെള്ളം എത്തിച്ച് ഉപയോഗപ്രദമാക്കുവാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല. അതേസമയം ഈ ടോയ്ലറ്റിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ T മൊയ്തീൻ കോയ പറഞ്ഞു. മാത്തോട്ടം പ്രദേശത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഭരണാധികാരികളുടെ സ്വതന്ത്ര ശ്രദ്ധ പതിയുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് ബേപ്പൂർ ഏരിയ കമ്മിറ്റി മാത്തോട്ടത്ത് സായാഹ്ന ധർണ നടത്തി. INL ജില്ലാ സെക്രട്ടറി ഷർമദ് ഖാൻ ഒളവണ്ണ ഉദ്ഘാടനം ചെയ്തു. മാത്തോട്ടം ബസാറിലെ ഇരുഭാഗത്തുമുള്ള ഓവുചാലുകൾ ഉയർത്തി പുതുക്കി പണിയുക, മീഞ്ചന്ത ഓവർബ്രിഡ്ജ് ഭാഗത്ത് ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് ബേപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തോട്ടത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. INL ജില്ലാ സെക്രട്ടറി ഷർമദ് ഖാൻ ഒളവണ്ണ ഉദ്ഘാടനം ചെയ്തു. P ബാവ മാസ്റ്റർ, കലാം കടവാനത്ത്, സലീം പാടത്ത്, ശിവരാമൻ, T ബഷീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. സൈനുദ്ദീൻ സ്വാഗതവും മനോളി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു. മാത്തോട്ടം ബസാറിലെ ഇരുഭാഗത്തുമുള്ള ഓവുചാലുകൾ അടഞ്ഞ് അഴുക്കുവെള്ളവും മറ്റും ഒലിച്ചുപോകാൻ സാധിക്കാതെ പുഴുക്കളും മറ്റും കൊണ്ട് നിറഞ്ഞു ഒഴുകുകയാണ്. മഴ ഉണ്ടായാൽ അഴുക്കുവെള്ളവും മറ്റും റോഡിലേക്ക് ഒഴുകുകയാണ്. ഇതിന് പരിഹാരമായി മാത്തോട്ടം വിജിത്ത് മുതൽ മീഞ്ചന്ത ഓവർബ്രിഡ്ജ് വരെയുള്ള ഓവുചാലുകൾ പുതുക്കി ഉയർത്തിക്കെട്ടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ എക്സ് കൌൺസിലേഴ്സ് ഫോറം നേതൃത്വത്തിൽ നഗരവികസനവും മാസ്റ്റർ പ്ലാനും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന സെമിനാർ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ K പ്രേമജം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് വേണ്ടതെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ കുറ്റമറ്റതാക്കി തീർക്കാനായി 26-ന് മുഴുവൻ കോർപ്പറേഷൻ കൌൺസിലർമാരെയും പങ്കെടുപ്പിച്ച് ചർച്ച സംഘടിപ്പിക്കുമെന്ന് മേയർ K പ്രേമജം പറഞ്ഞു. കോർപ്പറേഷനിലെ എക്സ് കൌൺസിലേഴ്സ് ഫോറം സംഘടിപ്പിച്ച നഗരവികസനവും മാസ്റ്റർ പ്ലാനും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഓരോ വാർഡിന്റെയും ആവശ്യങ്ങളും പരിമിതികളും വ്യക്തമായി അറിയുക കൌൺസിലർമാർക്കാണ്. അതുകൊണ്ട് തന്നെ കൌൺസിലർമാരുടെ നിർദ്ദേശങ്ങൾ മാസ്റ്റർ പ്ലാൻ രൂപവൽക്കരണത്തിൽ നിർണായകമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. എക്സ് കൌൺസിലേഴ്സ് ഫോറം പ്രസിഡന്റ് EV ഉസ്മാൻ കോയ അധ്യക്ഷം വഹിച്ചു. റീജിയണൽ ടൗൺ പ്ലാനർ KV അബ്ദുൾ മാലിക്, CDA ചെയർമാൻ NC അബൂബക്കർ, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, ഫോറം ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ, മുൻ കൌൺസിലർമാരായ PK നാസർ, അഡ്വക്കേറ്റ് HA മുസ്തഫ, അഡ്വക്കേറ്റ് SV ഉസ്മാൻ കോയ എന്നിവർ സംസാരിച്ചു. നഗരഹൃദയത്തിലെ വാഹനക്കുരുക്ക് ഒഴിവാക്കാനും പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കാനും ക്രോസ് റോഡുകൾ പ്രാവർത്തികമാക്കാനും നടപടി സ്വീകരിക്കുക, മിഠായി തെരുവിൽ വാഹന ഗതാഗതം ഒഴിവാക്കി ഫയർ വണ്ടി വരാനും വെള്ളം അവിടെ തന്നെ ശേഖരിക്കാനും സൗകര്യമുണ്ടാക്കുക, മൊഫീസ് സ്റ്റാൻഡിൽ ബസ് പാർക്കിംഗിന് മുകളിൽ പാർക്കിംഗ് പ്ലാസ പണിത് മറ്റു വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യം ഒരുക്കുക, പാളയം പച്ചക്കറി മാർക്കറ്റും പാളയം സ്റ്റാൻഡും പൊളിച്ചു പണിത് പാർക്കിംഗ് പ്ലാസ ഷോപ്പിംഗ് മാളും പണിയുക, പാവങ്ങാട് മീഞ്ചന്ത മെഡിക്കൽ കോളേജ് തുടങ്ങിയിടങ്ങളിൽ ബസ് ടെർമിനലുകൾ നിർമ്മിക്കാനുള്ള കോർപ്പറേഷൻ തീരുമാനം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളടങ്ങിയ എക്സ് കൌൺസിലേഴ്സ് ഫോറത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് EV ഉസ്മാൻ കോയ മേയർ K പ്രേമജത്തിന് നൽകി. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds.
ഓണാശംസകളോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിയമസഭാ മാർച്ചിന്റെ മുന്നോടിയായി സമരസഹായ സമിതി രൂപീകരിച്ചു. സ്പോർട്സ് കൗൺസിലിൽ ചേർന്ന രൂപീകരണ യോഗം IUNDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യത്തിന്റെ അവശതയിലും അതിജീവനത്തിനായി പോരുതുന്ന KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയേകി കക്ഷി രാഷ്ട്രീയ തൊഴിലാളി സർവീസ് സംഘടനകൾ രംഗത്ത്. സർക്കാരും മാനേജ്മെന്റും പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച പെൻഷൻ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പെൻഷൻ കുടിശ്ശികയായിട്ട് 3 മാസമായി. മരുന്ന് വാങ്ങുന്നതിനും നിത്യച്ചെലവിനുമായി ബുദ്ധിമുട്ടുമ്പോൾ പെൻഷൻ നിഷേധിക്കുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ പെൻഷൻകാർ തുടരുന്ന സമരത്തെ സഹായിക്കുന്നതിന് സമരസഹായ സമിതിയും രൂപീകരിച്ചു. പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കൗൺസിലിൽ ചേർന്ന കൺവെൻഷൻ IUNDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PP കുട്ടികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം M ഭാസ്കരൻ, INDC ജില്ലാ പ്രസിഡന്റ് M രാജൻ, KSRTCA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PA ജോജോ, ജില്ലാ സെക്രട്ടറി വിജയകൃഷ്ണൻ, BSNL എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ജയരാജൻ, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി K രാജു എന്നിവർ സംസാരിച്ചു. PM അശോകൻ സ്വാഗതവും P പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, KSRTC ഡീസൽ നികുതി 4% കുറയ്ക്കുക, കേന്ദ്ര സർക്കാരുകൾ മൂലധന നിക്ഷേപം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന നിയമസഭാ മാർച്ചിനും തുടർന്ന് KSRTC ചീഫ് ഓഫീസറുടെ മുൻപിൽ നടക്കുന്ന നിരാഹാര സമരത്തിനു മുന്നോടിയായാണ് സമരസഹായ സമിതി രൂപീകരിച്ചത്. അഡ്വക്കേറ്റ് M രാജൻ ചെയർമാനും N ശശിധരൻ ജനറൽ കൺവീനറുമാണ്. ചാച്ചാജിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നെഹ്റു വിചാരവേദി നേതൃത്വത്തിൽ അളകാപുരിയിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധയിടങ്ങളിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷവും ചാച്ചാജിയുടെ ഓർമ്മ പുതുക്കി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. നെഹ്റു വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ KC അബു, IUNDC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, ആഭരണ നിർമ്മാണ തൊഴിലാളി ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ, ഡോക്ടർ K മൊയ്തു, ഡോക്ടർ CM അബൂബക്കർ, ദേവദാസ് നെല്ലിക്കോട്, N ഭാഗ്യനാഥ്, P മുഹമ്മദ്, ID ഈഡൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെഹ്റുവിനെ തമസ്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ ബാലതരംഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ജഗന്മയൻ ചന്ദ്രപുരി, ഗാന്ധി സേവ ബാലസേന ജില്ലാ പ്രസിഡന്റ് NP ജോബികയ്ക്ക് കത്ത് കൈമാറി ഉദ്ഘാടനം ചെയ്തു. റോഷൻ ബാബു എരഞ്ഞിക്കൽ അധ്യക്ഷം വഹിച്ചു. P അനിൽ ബാബു, MK നന്ദൻ, ജോയ് പ്രസാദ് പുളിക്കൽ, നേഹ ഫാത്തിമ, ദിയ പ്രവീൺ എന്നിവർ സംസാരിച്ചു. നഗരത്തിലെ ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് C അശ്വിനിദേവ് അധ്യക്ഷം വഹിച്ചു. RSS ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ DYFI നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഗുരുവായൂരപ്പൻ കോളേജിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടികളടക്കം 9 വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും തളിയിലെ കോളേജ് മാനേജ്മെന്റ് ഓഫീസ് അടിച്ചു തകർക്കുകയും സദാചാര പോലീസ് ചമഞ്ഞ് നഗരത്തിലെ ഹോട്ടലും തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അക്രമികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് C അശ്വിനിദേവ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വരുൺ ഭാസ്കർ, പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി TV സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി N രാജേഷ് സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഗുരുവായൂരപ്പൻ കോളേജിൽ കയറി SFI ജില്ലാ കമ്മിറ്റി അംഗവും കോളേജിലെ UECയുമായ ഫാത്തിമ സനം, യൂണിയൻ വൈസ് ചെയർമാൻ അമ്മു പ്രിയ, മാഗസിൻ എഡിറ്റർ ശ്രീ ഷമീം, ഐശ്വര്യ, ആര്യ, തുഷാർ, പ്രണവ് സുരേന്ദ്രൻ, ശരത്, ജിതിൻ എന്നിവരെ RSS സംഘം മർദ്ദിച്ചതായി DYFI ആരോപിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ജില്ലാ കുടുംബശ്രീ മിഷൻ സമൃദ്ധി എന്ന പദ്ധതിയിൽ ഗ്രാമീൺ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നു. നവംബർ 21 രാവിലെ 10 മണിക്ക് കായണയിൽ വെച്ച് സമൃദ്ധി പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് MLA നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ PJ ലൂസി, ട്രഷറർ VGJ ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ, ശശികുമാർ, ശ്രീലത, പ്രജിത തുടങ്ങിയവർ സംബന്ധിച്ചു. KV മുസ്തഫ, P മാധവദാസ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പുതിയ PTA കമ്മിറ്റി രൂപീകരണവും നടന്നു. സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനു വേണ്ടി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ നവംബർ 19 കേരള കുടുംബ സംരക്ഷണ വേദി ധർണ സംഘടിപ്പിക്കുന്നു.
പുരുഷനെ ഭീഷണിപ്പെടുത്തി അടിമയാക്കുന്ന സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ പുനഃപരിശോധിക്കുക, ഭേദഗതി വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. മലയാളികൾക്ക് ജപ്പാനിൽ നിന്നുള്ള അവസരങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജപ്പാനിൽ പഠനവും ജോലിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിക്കുന്നു. ജപ്പാനിൽ നിന്നും എത്തിയ യമനക്ക തസായിയാണ് സൗജന്യ സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9895278081 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ശിവസേന സ്ഥാപക നേതാവ് ബാൽസാഹിബ് താക്കറെയുടെ 2ാം അനുസ്മരണ സമ്മേളനം നവംബർ 17-ന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് കെ തുളസീദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ബീച്ച് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വീൽചെയറുകൾ, സ്ട്രക്ചറുകൾ, വാട്ടർ ഹീറ്ററുകൾ എന്നിവയുടെ സൗജന്യ വിതരണം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാനതല ട്രേഡ് യൂണിയൻ ക്യാമ്പ് നവംബർ 16, 17 തീയതികളിൽ നവജ്യോതിസ് റവന്യൂ സെന്ററിൽ നടക്കും. ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നായി 150 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സമൂഹത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കായി ഭാരത സർക്കാർ LICയിലൂടെ ആവിഷ്കരിച്ച സാമൂഹിക സുരക്ഷിത പദ്ധതിയായ മൈക്രോ ഇൻഷുറൻസ് ഇന്ന് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന പദ്ധതിയെ മാറിയിരിക്കുകയാണെന്ന് പദ്ധതിയുടെ ഏജന്റുമാരുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതുവരെയും LICക്ക് മുൻപിൽ 600 സ്ത്രീകൾ ചേർന്ന് സത്യാഗ്രഹം നടത്തുവാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും ഏജന്റുമാർ കോഴിക്കോട് പറഞ്ഞു. കൊയിലാണ്ടി സേവാഭാരതി അയ്യപ്പ സേവാ കേന്ദ്രം നവംബർ 16 മുതൽ ജനുവരി 18 വരെ 64 ദിവസങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തുടർച്ചയായി ഇത് 4ാം വർഷമാണ് അയ്യപ്പ സേവാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അന്നദാനം, കെട്ടിത്തറ, വിശ്രമിക്കാനും വിരിവയ്ക്കാനുമുള്ള സൗകര്യങ്ങൾ, വൈദ്യസഹായം തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായി അയ്യപ്പ ഭക്തന്മാർക്ക് നൽകും. അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി കെ പി മോഹനൻ നിർവഹിക്കും. കേന്ദ്രത്തിന്റെ പ്രചരണം വിഭവ സമാഹരണാർത്ഥം കൊയിലാണ്ടിയിലെ 108 ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അയ്യപ്പ സേവാ രഥയാത്ര നവംബർ 17 മുതൽ 21 വരെ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാദാപുരത്തെ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രി ഇതിന് നേതൃത്വം നൽകുന്നുവെന്നും സുരേന്ദ്രൻ. നവോത്ഥാന നായകരെ മറക്കുന്ന ശീലം കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണെന്ന് ET മുഹമ്മദ് ബഷീർ MP. MA സുവർണ ജൂബിലി സെമിനാർ കോഴിക്കോട്ട്. ജനസേവനത്തിന് ശേഷം ജനപ്രതിനിധികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് ഖേദകരമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്ത് ജമീല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.